നമസ്കാരം. ഛത്രപതി ശിവജി ഛത്രപതി ശിവജി മഹാരാജ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും കരുത്തനായ രാജ്യസ്നേഹിയായ പോരാളി, ധീരദേശാഭിമാനി. രാജ്യത്തെ മുഗൾ ഭരണത്തിനെതിരെ സായുധ നീക്കത്തിലൂടെ അവരെ തോൽപ്പിച്ച ധൈര്യത്തിന്റെ ലോക പ്രതീകമായ ഛത്രപതി ശിവജി മഹാരാജ്. ഛത്രപതി ശിവജി മഹാരാജും അതുപോലെ തന്നെ വീര സവർക്കറും ഒക്കെ തന്നെ മറാഠികൾക്ക്, കാരണം അദ്ദേഹം ഒരു മറാഠ പോരാളിയാണ്, മറാഠികൾക്ക് വലിയ വികാരമാണ്. മറാഠികൾ എന്ന് പറഞ്ഞാൽ മുംബൈ, മഹാരാഷ്ട്ര സംസ്ഥാനത്തുള്ളവരാണ്. അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ജയന്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ചരിത്രം പറയുന്ന അശുതോഷ് റാണയുടെ ഒരു ചിത്രം ഛാവ പുറത്തു വന്നിരുന്നു. മഹാരാഷ്ട്രയിൽ വലിയ വികാരമായിരുന്നു ആ ചിത്രം. നമ്മൾ അതിന്റെ വാർത്തയും വിശദാംശങ്ങളും നൽകിയിരുന്നു. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ജനതയ്ക്ക് അത് രാഷ്ട്രീയ ഭേദമന്യേ അവരുടെ ഒരു വികാരം കൂടിയാണ് ഛത്രപതി ശിവജി മഹാരാജ്. ഈ മജ്ലിസ് പാർട്ടിയുടെ നേതാവ് ഒസസുദ്ദീൻ അവൈസി ഒക്കെ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട്, ഛത്രപതി ശിവജി മഹാരാജിനെ പുകഴ്ത്തിക്കൊണ്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കേട്ടു. അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ കുറച്ചു കാലം മുമ്പ് വന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കോൺഗ്രസിന്റെ യുവരാജാവ്, ഭാവി പ്രധാനമന്ത്രിയാകാൻ, ഏത് കാലത്താണെന്നറിയില്ല, പ്രധാനമന്ത്രിയാകാൻ ഉടുപ്പും ധരിച്ചിരിക്കുന്ന റൗൾ വിൻസി എന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, യഥാർത്ഥ പേര് റൗൾ വിൻസി എന്നാണ്. റൗൾ വിൻസി ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഒരു പുരസ്കാരം സമ്മാനിക്കുമ്പോൾ, ഛത്രപതി ശിവജി മഹാരാജിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു ശില്പം സമ്മാനിക്കുമ്പോൾ അങ്ങോട്ട് നോക്കാതെ പിണങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട്, അതിനെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയില്ല, ഛത്രപതി ശിവജി മഹാരാജിന്റെ ചരിത്രം അറിയില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം. ഈ ഛത്രപതി ശിവജി മഹാരാജ് ഇവിടുത്തെ മുഗൾ മുസ്ലിം മത തീവ്രവാദി ഭരണാധികാരികൾക്കെതിരെ, അവരെ അങ്ങനെ തന്നെ പറയും, അങ്ങനെയുള്ള തീവ്രവാദികൾക്കെതിരെ വാളെടുത്ത വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹം അടിസ്ഥാനപരമായി ഇദ്ദേഹത്തിന് ചില മുസ്ലിം ബന്ധങ്ങളും ഒക്കെ ഉണ്ട്, കുടുംബപരമായിട്ടെന്ന് പറയുന്നു. നമുക്കറിയില്ല, ഇദ്ദേഹത്തിന്റെ ജാതി മതമൊന്നും തിരക്കി നമ്മൾ പോയിട്ടുമില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും, രാജ്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തോട്, ഛത്രപതി ശിവജി മഹാരാജിനോട് ഒരു അവജ്ഞയും അദ്ദേഹത്തിന്റെ പ്രതിമയോട് ഒരു പുച്ഛവും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് തോന്നാം. മഹാരാഷ്ട്രയിൽ തോറ്റ തുന്നമ്പാടി, ഇന്ത്യയിൽ ഹരിയാനയിൽ തോറ്റ തുന്നമ്പാടി, ഡൽഹിയിൽ തോറ്റ തുന്നമ്പാടി പൂജ്യമാണ് കിട്ടിയത്. തോറ്റ് തുന്നമ്പാടി തകർന്ന് തരിപ്പണമായിട്ടും ഇയാളുടെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല. ഇദ്ദേഹം തന്നെ സ്വയം ഒരു വലിയ പ്രതീകമായി വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അമ്മയും പെങ്ങളും മരിച്ചുപോയ ആളുകളും അദ്ദേഹത്തിന്റെ മുത്തശ്ശനും ഒക്കെയാണ് വലിയ ആളുകളെന്ന് ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മണ്ടനോടൊക്കെ എന്ത് പറയാൻ? അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇയാൾക്കെതിരെ ഇത് തിരിയും, യാതൊരു സംശയവുമില്ല. BJP ഹാൻഡിലുകൾ അടക്കം ഇതൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് കാര്യമായി തന്നെ. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് ഈ ഒരു വിഷയം അവർ വളരെ വികാരപരമായി എടുക്കും എന്നത് സംശയമൊന്നുമില്ല. അപ്പം മഹാരാഷ്ട്രയിൽ പിന്നെ ഇനിയിപ്പോൾ അടുത്ത കാലത്തേക്കൊന്നും കോൺഗ്രസിന്റെ പൊടി പോലും നോക്കണ്ട. അല്ലെങ്കിലും കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ BJP പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെപ്പോലുള്ളവർ കാരണമാണ് ഈ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകുന്നത്. അത് ഇവർക്കും അറിയില്ല, കോൺഗ്രസ് പാർട്ടിക്കും അറിയില്ല. തരൂരിനെയൊക്കെ തന്നെ, തരൂർ കാര്യം പറയുന്നു, അദ്ദേഹത്തെ ഇവർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ. അദ്ദേഹത്തെ കാണാൻ പോലും ഈ റൗൾ വിൻസി അവസരം കൊടുത്തില്ല, രാഹുൽ ഗാന്ധി അവസരം കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കോൺഗ്രസ് തകരുന്നത്. യഥാർത്ഥ ചരിത്രത്തെയും ചരിത്ര പുരുഷന്മാരെയും മറന്ന്, രാജ്യത്തിന്റെ ചരിത്രം മറന്ന്, രാജ്യം എന്താണ്, ഏതാണ്, ഭാരതം എന്താണ്, ഇന്ത്യ എന്താണ് എന്നുള്ളത് അറിയാൻ വയ്യാത്തവർ, ഇറ്റാലിയൻ മണ്ണിൽ നിന്നൊക്കെ വന്നവർ, അല്ലെങ്കിൽ ഇറ്റാലിയൻ ബന്ധങ്ങളും വേരുകളും രക്തവും ഒക്കെ ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സ്ഥിതി. ഇവിടുത്തെ ചില മണ്ഡൽ കോൺഗ്രസ്സുകാർ അവർക്ക് കീജയെ വിളിച്ചുകൊണ്ട് ശ്രീമതി സോണിയാഗാന്ധി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുമായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അതുപോലെയല്ല, പ്രത്യേകിച്ച് മഹാരാഷ്ട്രക്കാർ. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.